പാശ്ചാത്യ ലോകങ്ങളുടെ എല്ലാം എതിർപ്പ്, ഉപരോധം, ഇതിനൊക്കെ അതിജീവിച്ചാണ് ഇന്ത്യ ഒരു ആണവശക്തിയായി മാറിയത്. നമ്മൾ 2 ആണവ സ്ഫോടനങ്ങൾ, പരീക്ഷണ സ്ഫോടനങ്ങൾ നടത്തി വിജയിച്ചു. ലോകത്തിന് കാണിച്ചു കൊടുത്തു നമ്മുടെ കരുത്തെന്താണ്. അതിന് ആദ്യത്തതിൽ നിർണായക പങ്ക് വഹിക്കുകയും രണ്ടാമത്തതിൽ അതിൻ്റെ ഒരു മുഖ്യ സൂത്രധാരകനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ആൾ നമ്മുടെ രാജഗോപാൽ ചിദംബരം. അദ്ദേഹം കഴിഞ്ഞ ദിവസം, ഇന്നലെ അദ്ദേഹം വിടവാങ്ങി, അദ്ദേഹം അന്തരിച്ചു. അങ്ങ് ഈ രാജഗോപാൽ ചിദംബരത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ സ്മരിക്കുന്നു? ശരിയാണ്. ഇന്ത്യയുടെ 2 ആണവ സ്ഫോടനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ചിദംബരം അഥവാ രാജഗോപാൽ ചിദംബരം. എല്ലാ പ്രധാനപ്പെട്ട റോളുകളും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഈ പ്രധാനമന്ത്രിയുടെ സയന്റിഫിക് അഡ്വൈസർ ആയിരുന്നു ഒടുവിൽ. അതിനു മുമ്പ് അദ്ദേഹം ആറ്റമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രശാന്ത് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ സ്ഫോടനം, അതായത് 1974 പൊക്രാനിൽ വെച്ച് നടത്തിയ സ്ഫോടനം, അതിന് ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് പേര്. ആ സ്ഫോടനത്തിൽ ഡോക്ടർ രാജാരാമനെയാണ് ആ സ്ഫോടനത്തിന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞൻ. ഇന്ത്യയുടെ കാലത്ത് അറിയപ്പെടുന്ന ആണവ ശാസ്ത്രജ്ഞനായിരുന്നു. അതായത് ഡോക്ടർ ഹോമി ജഹാംഗീർ ബാബ, HJ ബാബയുടെ മരണത്തിനു ശേഷം ഏറ്റവും പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ രാജാരാമണ്ണ. 1974 ആണവം നടക്കുമ്പോൾ ഡോക്ടർ രാജാരാമണ്ണയ്ക്ക് സർവ്വവിധ പിന്തുണയും കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ R ചിദംബരം. ഡോക്ടർ രാജാരാമണ്ണെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. അദ്ദേഹം സർവ കലകളിലും അതീവ നിപുണനായ ഒരാളായിരുന്നു. ഡോക്ടർ രാജാരാമണ്ണ കുലശേഖര ആഴ്വാറിന്റെ മുകുന്ദമാല എന്ന കൃതി ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അദ്ദേഹത്തിന് പുരാണങ്ങൾ, സംസ്കാരമാകട്ടെ ശാസ്ത്രമാകട്ടെ എല്ലാം ഒരുപോലെ വഴങ്ങുമായിരുന്നു. ആളായിരുന്നു ഡോക്ടർ R ചിദംബരം. ആർ ചിദംബരത്തിനെ കുറിച്ച് ഡോക്ടർ രാജാരാമണ്ണ പറഞ്ഞത്, ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം, ശാസ്ത്രം അറിയാവുന്ന ഒരുപാട് പ്രഗത്ഭരുണ്ട്, ഉപരിയായിട്ട് എപ്പോൾ ചിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ചിദംബരം എന്ന് പറഞ്ഞു. അതായത് ആവശ്യമില്ലാതെ കണകണാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കില്ല എന്നർത്ഥം. ചളികളാന്ന് സംസാരിച്ച് എല്ലാ പ്രധാന പദ്ധതികളും കുളമാക്കാതെ അത് നീ എവിടെ സംസാരിക്കണം എവിടെ സംസാരിക്കണ്ട എന്നുള്ളത് അതായത് ഏത് രഹസ്യവും സൂക്ഷിക്കാൻ. ഈ ഒരു ഗുണമാണ് രണ്ടാമത്തെ ആണവ സ്ഫോടനം, അതായത് 1998 ഇന്ത്യ വീണ്ടും പൊക്രാനിൽ വെച്ച്, അന്ന് അതിന് പേരിട്ടത് ഓപ്പറേഷൻ ശക്തി എന്നാണ്. ആ ഓപ്പറേഷൻ ശക്തി നയിച്ചത് 2 പേരാണ്. 2 പേരും ഒരുപോലെ പ്രഗത്ഭരാണ്. അന്ന് DRDOയുടെ ചെയർമാൻ ആയിരുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ആറ്റമിക് എനർജി കമ്മീഷൻ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ R ചിദംബരവും 2 പേരും കൂടെ ചേർന്നാണ് ഈ പൊക്രാൻ 2, അതായത് ഓപ്പറേഷൻ ശക്തി സ്ഫോടനം നടത്തുന്നത്. ആ സനത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ വായടച്ചിരിക്കുക എന്നുള്ള ഗുണം കാരണമാണ് അമേരിക്കയ്ക്ക്, CIA-ക്ക് ഒരു രീതിയിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതായത് അമേരിക്കയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും പ്രമുഖരായ സെനറ്റർമാർ അന്ന് പറഞ്ഞത്, CIA-യുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ ആണവ സ്ഫോടനം നടത്താൻ പോകുന്ന തയ്യാറെടുപ്പുകൾ CIA-യുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ നിർണായകമായ പങ്ക് വഹിച്ച്, മിണ്ടാതിരുന്നത് മാത്രമല്ല, അതിൽ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ടെക്നിക്കൽ ഉപയോഗിച്ചു. അതും ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്. അപ്പം ഇന്ത്യ ഈ പറഞ്ഞ പോലെ ചിദംബരത്തിന്റെ ഏറ്റവും വലിയ നിർദ്ദേശം, ഒരു കാരണവശാലും നമ്മൾ പാശ്ചാത്യ ടെക്നോളജി വാങ്ങിക്കേണ്ട എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു രാജ്യവും അത്യന്താധുനികമായി, ഈവൻ റഷ്യ ആണെങ്കിൽ പോലും അവരുടെ ഏറ്റവും പുതിയ, ഇംഗ്ലീഷിൽ അതിന് പറയും സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ഒരു രാജ്യവും വിൽക്കില്ല. അവരുടെ പഴയ വിൽക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ ഇപ്പൊ ബ്രഹ്മോസ് മിസൈല് ഫിലിപ്പൈൻസിനും അതുപോലെ പല രാജ്യങ്ങൾക്കും വിൽക്കുന്നുണ്ട്. ലോകത്തിലെ പല രാജ്യങ്ങളും ഇത് വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. ബ്രഹ്മോസ് കാരണം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് മിസൈലാണ്. പക്ഷെ ഇന്ത്യ എന്താ കൊടുക്കുന്നത്? ഈ ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യത്തെ വെർഷനാണ്, 290 കിലോ. ഇപ്പൊ ഇന്ത്യയുടെ കയ്യിൽ 600 കിലോമീറ്ററോളം പോകുന്നുണ്ട്, അത് കൊടുക്കില്ല. 300 കിലോമീറ്റർ താഴെ റേഞ്ച് ഉള്ളത് മാത്രമേ ഇന്ത്യ വിൽക്കുന്നുള്ളൂ. അത് പോകട്ടെ, നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഡോക്ടർ R ചിദംബരത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഭാവന
അദ്ദേഹം തദ്ദേശീയമായിട്ട് ടെക്നോളജി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം കൊടുത്ത ഊന്നലും, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ ഡോക്ടർ കലാമിന് ശേഷം എനിക്കൊന്ന് 2004 ശേഷം 2019 വരെയും ഡോക്ടർ ആർ ചിദംബരമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ്. അപ്പോൾ അദ്ദേഹം ഈ തദ്ദേശീയമായി ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ആദ്യം ബീജാഭാവം ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പോൾ അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 74-ലും 98-ലും രണ്ട് സ്ഫോടനങ്ങളിലും അതിന് രണ്ടിനും പങ്കെടുത്ത് വരും തലമുറയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ രണ്ടിന്റെയും പ്രായോഗിക ചലഞ്ചസ്, അതായത് വെല്ലുവിളികൾ, സാധ്യതകൾ, ഇത് രണ്ടും നേരിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഒരാള് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യത്തിൽ ഇന്ത്യയുടെ ഒരു മഹാഭാഗ്യമാണ്. കാരണം അദ്ദേഹം ഒരു ദീർഘകാലം ജീവിച്ചിരുന്നു, 90 വയസ്സോളം ജീവിച്ചിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു 85 എങ്ങാണ്ട് വയസ്സിലാണ് ഇപ്പം മരിക്കുന്നത്. അത് വലിയൊരു നേട്ടമായിരുന്നു. കാരണം അദ്ദേഹം പല അർത്ഥത്തിലും ഇന്ത്യയെ സഹായിച്ചു. ഇനി ഞാൻ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 98-ലെ ഇന്ത്യയുടെ ആണവ സ്ഫോടനം അത് എത്ര രഹസ്യമായിട്ടാണ് നടത്തിയത്. അത് വായിച്ചിട്ടില്ലേ അതിനെക്കുറിച്ച്? ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിക്കാൻ വന്നത്. വളരെ രഹസ്യമായിട്ട് ഈ ഓപ്പറേഷൻ ശക്തി നമ്മൾ ആസൂത്രണം ചെയ്തു, അത് നടപ്പാക്കി. സത്യത്തിൽ ലോകമൊന്നും ഞെട്ടി. അത് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ തല ഉയർത്തി ചിരിച്ചുകൊണ്ട് നിന്നു. എന്താ പറയണ്ട, ലാഫിംഗ് ബുദ്ധൻ 74-ൽ എങ്ങനെ ചിരിച്ചോ അതുപോലെ തന്നെ 98-ലും ചിരിച്ചു എന്ന് നമ്മൾ പറയണം. പക്ഷേ ലോകമൊന്നും ഞെട്ടി. എന്താണ് അതിൻ്റെ എന്തെങ്കിലും ഇപ്പോഴും അതിൻ്റെ രഹസ്യം പുറത്തു വന്നിട്ടില്ല. എങ്ങനെയാണ് അന്നത്തെ നമ്മുടെ ഭരണകൂടവും ശാസ്ത്രജ്ഞന്മാരും അതെങ്ങനെ നടത്തി വിജയിച്ചു എന്നുള്ളതിൻ്റെ ശരിയായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങേക്ക് എന്തെങ്കിലും അതിലേക്ക് വെളിച്ചം വീശാൻ സാധിക്കുമോ? അതെ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ സ്ഫോടനം നടത്തുമ്പോൾ പീസ്ഫുൾ ന്യൂക്ലിയർ ടെസ്റ്റ് എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു. ആ ഫ്രേസ് കോയിൻ ചെയ്തെടുത്ത ഡോക്ടർ ആർ ചിദംബരമാണ്. അതായത് സമാധാനപരമായ ആണവ സ്ഫോടനം. അതായത് ഇന്ത്യ ആർക്കും ഈ ടെക്നോളജി കൈമാറിയിട്ടില്ല. ഇന്ത്യ അതേസമയം അമേരിക്കയുടെ നിന്ന് പോലും ആ ടെക്നോളജി ചോർന്നു. അങ്ങനെയാണ് AQ ഖാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ശാസ്ത്രജ്ഞൻ പാകിസ്ഥാൻ ഈ രഹസ്യം കൈവശപ്പെടുത്തിയത്. അബ്ദുൽ ഖാദിർ ഖാൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ. അദ്ദേഹമാണ് അമേരിക്കയിൽ നിന്ന് ഈ രഹസ്യം മോഷ്ടിച്ചെടുത്ത് കൊണ്ടുവന്നത്. അത് പോകട്ടെ, പ്രശാന്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. അതായത് ഈ 1998 മുമ്പ് 95-ലാണ് 4-ലാണെന്ന് തോന്നുന്നു, നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഒരു ആണവ സ്ഫോടനം നടത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിന് അദ്ദേഹം ആണവ സ്ഫോടനം നടത്താനുള്ള നിർദ്ദേശം കൊടുക്കാൻ എല്ലാം റാവു തയ്യാറായി. പക്ഷേ അന്ന് ഈ വിവരം CIA ചോർത്തിയെടുക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ക്ലിന്റൺ അതിശക്തമായ സമ്മർദ്ദം ഇന്ത്യയുടെ മേൽ ചെലുത്തിയതിന്റെ ഫലമായിട്ട് ഇന്ത്യക്ക് പിന്നീട് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിൽ നിന്നും ഇന്ത്യ ഒരു പാഠം ഉൾക്കൊണ്ടു. കാരണം ഇത് അതീവ രഹസ്യമായിട്ടായിരിക്കണം നടത്തേണ്ടത്. അതിന് 2-3 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ. അതായത് നിൽക്കുന്ന ശാസ്ത്രജ്ഞന്മാരോ അനുബന്ധ ടെക്നീഷ്യന്മാരോ തൊഴിലാളികളോ ആരും തന്നെ ഇതിന്റെ വിവരം വെളിയിൽ വിടരുത്. അപ്പോൾ 1.5 വർഷം ആ രഹസ്യം നമ്മൾ കാത്തു സൂക്ഷിച്ചു. അത് ഈ അത്തരം വ്യക്തികളെ മാത്രം നിരീക്ഷിച്ച് അവരെ മാത്രം ഉൾപ്പെടുത്തി അങ്ങനെ രഹസ്യം ഒരു തരത്തിൽ നിന്നും അവരിൽ നിന്നും ചോർന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തിയ ആ ഒരു ജാഗ്രത, അത് ഒരു ഭാഗം. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷനിൽ സാധാരണ ഫോൺ സംഭാഷണങ്ങളിൽ കൂടെ പല രഹസ്യങ്ങളും ചോർന്നു പോകും. അപ്പോൾ ഇതിൽ പങ്കെടുത്ത വ്യക്തികൾക്കെല്ലാം ഓരോ കോഡ് നെയിം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ കോഡ് നെയിം ഇട്ട് അബ്ദുൽ കലാമിന് അന്നുണ്ടായിരുന്ന കോഡ് നെയിം മേജർ ജനറൽ പൃഥ്വിരാജ് എന്നായിരുന്നു. അപ്പോൾ ഫോൺ സംഭാഷണങ്ങളിൽ ഇവര് മേജർ ജനറൽ പൃഥ്വിരാജ് എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കൂ. അത് മറ്റൊരു രീതി. അതുപോലെ ഡോക്ടർ ചിദംബരത്തിന്റെ കോഡ് നെയിം എന്ന് പറയുന്നത് നടരാജൻ എന്നായിരുന്നു. മൂന്നാമത്തെ കാര്യം ഉപഗ്രഹങ്ങൾ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ പെടാതിരിക്കുക. അപ്പോൾ അതിന് ഇത് കുഴി കുഴിക്കുമ്പോഴും അവിടെ കുഴിച്ചെടുക്കുന്ന മണല് അവിടെ കൂട്ടിയിടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, രാജസ്ഥാൻ മരുഭൂമിയാണെന്ന് ഓർക്കണം പൊക്രാൻ. സ്വാഭാവികമായി മണൽക്കൂനകൾ ഉണ്ടാകുന്നത് കാറ്റടിക്കുന്ന ദിശയിലായിരിക്കും. അപ്പൊ ആ കാറ്റടിക്കുന്ന ദിശയിൽ തന്നെയാണ് പുതിയ മണൽക്കൂനകൾ സൃഷ്ടിച്ചത്. സാധാരണ രാജസ്ഥാൻ മരുഭൂമിയിൽ മണൽക്കൂനകൾ ഉണ്ടാകുന്ന അതേ ഹൈറ്റിൽ നിരവധി കൂനകളായിട്ടാണ് ഈ കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചത്.
മാത്രമല്ല അവിടെ നല്ല രീതിയിൽ കാമോഫ്ലാഷ് എന്ന് പറയുന്ന, അതായത് ഇത് മറച്ചു വെക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. രാത്രിയിൽ മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാത്രമല്ല ആ സമയമായപ്പോഴേക്ക് ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു ഉപഗ്രഹ നിരയുണ്ടായിരുന്നു ആകാശത്ത്. അപ്പം ഉപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്നുള്ളതിനെ കുറിച്ച് ആ 98 ആയപ്പോഴേക്കും ഇന്ത്യക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ടായി. നമ്മുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഉപഗ്രഹമുള്ള വസ്തു എടുക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു. അപ്പൊ ഈ 3 തലത്തിലുള്ള ഈ പ്രതിരോധമാണ് ഇന്ത്യയെ അന്ന് രക്ഷപ്പെടുത്തിയത്. അത് തീർച്ചയായിട്ടും ഡോക്ടർ ചിദംബരത്തിന്റെയും അബ്ദുൽ കലാമിന്റെയും ഭാവനാസമ്പൂർണവും ഉൾക്കാഴ്ചയുള്ളതുമായ നേതൃത്വത്തിന്റെ ഫലമായിരുന്നു. അത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഇവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. അദ്ദേഹത്തിന്റെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെയാണ് ഇവര് ഈ CIA കണ്ണു കിട്ടിയത്. തീർച്ചയായിട്ടും. എന്തായാലും ഈ ആർ ചിദംബരം ഒരു അസാമാന്യ പ്രതിഭയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എക്കാലവും ഭാരതം ഓർക്കും. APJ അബ്ദുൽ കലാമിനെ പോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടി. പക്ഷേ വേണ്ട വിധത്തിൽ പത്മവിഭൂഷൺ, അതെ. പക്ഷേ വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന് നമ്മൾ അറിഞ്ഞില്ല. എല്ലാവരും, ഇന്ത്യയിലെ സാധാരണ പൗരന്മാർ അദ്ദേഹത്തെ വേണ്ട വിധത്തിൽ അറിഞ്ഞില്ല. അതൊരു പക്ഷേ ഒരു കുറവായിരിക്കാം നമ്മുടെ, അദ്ദേഹത്തിൻ്റെതല്ല. പക്ഷേ എക്കാലവും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ നയിക്കും. അദ്ദേഹം എന്നും ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പേരായിരിക്കും ആർ ചിദംബരം എന്ന് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. നന്ദി, നമസ്കാരം. നന്ദി.